അത് എടുത്തു പറയുന്നതിന്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു നൈറ്റ് ഡ്രൈവിന്റെ ഏറ്റവും വലിയൊരു വിക്ടിമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു നൈറ്റ് ഡ്രൈവിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു മാരുതി 800 2008 ഞാനൊന്ന് തലകുത്തി മറിച്ചിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. അപ്പം എനിക്ക് എന്നാ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കും. രാത്രി അത് ചെയ്യരുത്, പണി കിട്ടും. കാരണം ആ വരുന്നവൻ ഉറങ്ങിയാണ് വരുന്നതെങ്കിൽ നമുക്ക് പണി കിട്ടും, നമ്മുടെ വാഹനത്തെ വന്നിടിക്കും. പക്ഷെ അവിടെ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വാഹനം ഇതുപോലെ എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് മനസ്സിലിട്ട് പേടിച്ച് പിന്നെ വാഹനം ഓടിക്കാതിരിക്കരുത്. ഒരു തവണ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. പലപ്പോഴും പലരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു സംശയമാണ് രാത്രി യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ രാത്രി യാത്ര പോകുന്നത് നല്ലതാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യും രാത്രി യാത്ര പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് അറിയാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി ടെക്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. പലരും നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് രാത്രി യാത്ര പോകരുത്, അല്ലെങ്കിൽ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുകയേ ചെയ്യരുത്. നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ പകല് പോകണം. ശരിക്കും പറഞ്ഞാൽ പകല് നമുക്ക് ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പം യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് പല കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ ഏറ്റവും സൗകര്യം പകല് തന്നെയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അത്യാവശ്യം നമുക്ക് വൈകിട്ട് യാത്ര പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോകാൻ സാധിക്കും. അതിന് ഒരു കുഴപ്പമില്ലെന്നേ ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് ട്രാവൽ നടത്താൻ ഏറ്റവും ഇഷ്ടം രാത്രി തന്നെയാണ്. കാരണം രാത്രി എനിക്ക് സമയം കിട്ടാറില്ല, അത് ഏറ്റവും വലിയൊരു സത്യമാണ്. അപ്പൊ അങ്ങനെ രാത്രിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ ശരിക്കും ഞാനിത് എടുത്തു പറയുന്നതിന്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു നൈറ്റ് ഡ്രൈവിന്റെ ഏറ്റവും വലിയൊരു വിക്ടിമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു നൈറ്റ് ഡ്രൈവിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു മാരുതി 800 2008 ഞാനൊന്ന് തലകുത്തി മറിച്ചിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. അപ്പം എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും എന്തുകൊണ്ടാണ് പലരും നമ്മളോട് രാത്രി യാത്ര പോകരുത് എന്ന് പറയുന്നതിന്റെ പ്രധാന കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി യാത്ര പോകരുതെന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഉറങ്ങിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് അറിയാതെയാണെങ്കിൽ പോലും നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള ഒരു കാരണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മളൊരു നൈറ്റ് ഡ്രൈവ് ഒക്കെ പോകുമ്പോഴത്തേക്കും പലരും ചെയ്യുന്ന ഒരു കാര്യം, സാധാരണ ഫുഡ് കഴിക്കുന്നതല്ല നല്ല ഹെവി ആയിട്ടൊക്കെ അങ്ങ് കഴിക്കും. ഒരു കാരണവശാലും നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡിങ് ഒഴിവാക്കുക, ചെയ്യരുത്. കാരണം ഞാൻ ആസ് ഇറ്റ് ഈസ് എന്റെ ഒരു ഇഷ്യൂ തന്നെ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവരുമായിട്ട്. ഞാൻ 2008 കാലഘട്ടത്തിൽ ഞാൻ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത സമയത്ത്, അന്ന് നമുക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. ട്രിവാൻഡ്രത്ത് വെച്ച് ഞങ്ങളുടെ ട്രിവാൻഡ്രത്തെ വീടിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത്, ഒരു മെയിൻ്റെനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ അവിടുന്ന് കരമനയിലാണ് എന്റെ അപ്പച്ചിയുടെ വീട്, അവിടെയായിരുന്നു സ്റ്റേ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങോട്ട് തിരിച്ച് വാഹനം ഒരു 800 ഓടിച്ച് പൊക്കോണ്ടിരുന്ന സമയത്ത് നല്ല രീതിക്ക് ഫുഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 4-5 പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിച്ച നല്ല സെറ്റ് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. പൊക്കോണ്ടിരുന്ന സമയത്ത് അറിയാതെ എങ്ങാണ്ട് ചെറുതായിട്ട് ഉറക്കം വന്നു. ഞാനത് വലിയ കാര്യമാക്കിയില്ല. പിന്നെ ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് ഏകദേശം കരമന അടുക്കാറായി കുറച്ച് മുമ്പായിട്ട് ഒരു റൈറ്റ് സൈഡിൽ ഒരു ടി വി എസിന്റെ ഷോറൂം ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മ. ആ ഒരു ഷോറൂമിന്റെ മതിലോട്ട് ഇടിച്ച് കയറി. അപ്പുറത്ത് എങ്ങാണ്ട് ഇച്ചിരി നല്ല കുഴി എങ്ങാണ്ടായിരുന്നു. ഏതെല്ലാം മതിലിടിച്ച് വാഹനം നിന്നു. വാഹനം ഒന്ന് മറിഞ്ഞൊന്ന് 2 വട്ടം കറങ്ങി. ഞാൻ ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് വഴി ഇറങ്ങി വന്നത്. അപ്പൊ എനിക്ക് ഇന്നും ആ ഒരു ഇൻസിഡന്റ് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ അവിടെ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വാഹനം ഇതുപോലെ എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് മനസ്സിലിട്ട് പേടിച്ച് പിന്നെ വാഹനം ഓടിക്കാതിരിക്കരുത്. ഒരു തവണ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അത് നമ്മൾ പിന്നെ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ രണ്ടാമത് പിന്നെ വാഹനം ഓടിക്കാവുള്ളൂ. എനിക്ക് അന്നത്തെ ആക്സിഡന്റിന് ശേഷം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയത്ത് വന്ന് ഇവിടുത്തെ 800 എടുത്തുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് പോയി. അപ്പം അതിന്റെ ഞാൻ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അന്നേരം അവിടെ പേടിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് പിന്നെയും വാഹനം ഓടിക്കാൻ ഉള്ള ഒരു ധൈര്യം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് അവിടുത്തെ ആ ഒരു കോൺഫിഡൻസ്, അന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ ഇന്നും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും എല്ലാവരോടും വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന്റെ കാര്യം. ഓക്കെ, അപ്പൊ എന്റെ കഥ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. നിങ്ങൾക്ക് ഒരു ഇൻസ്പയറിംഗ് ആകുകയാണെങ്കിൽ ഇൻസ്പയറിംഗ് ആയിട്ട് എടുക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വാഹനം രാത്രി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ രാത്രി ഒരു യാത്ര പോവാണ്, ചെറിയ കിലോമീറ്റേഴ്സ് ഒന്നുമല്ല, ഒരു 10, 30, 40 കിലോമീറ്ററിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. 10, 300 കിലോമീറ്റർ ഒക്കെ യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഹനത്തിനകത്ത് എപ്പോഴും കുറച്ച് വെള്ളം വേണം. വെള്ളം കുടിക്കാനുള്ള വെള്ളം, അല്ലെങ്കിൽ ചൂടായിട്ടുള്ള ഒരു കോഫിയോ ടീയോ എന്തെങ്കിലും നിങ്ങൾ വാഹനത്തിൽ കരുതിക്കണം. കാരണം നിങ്ങൾ പോകുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് വലിയ പരിചയമില്ലാത്തൊരു സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ വാഹനത്തിനകത്ത് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സോളോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ പോലും നിങ്ങളും കൂടെ പാടാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് എൻ്റെ മാത്രം ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കൂടെ പാടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ അതിന്റെ കൂട്ടത്തിൽ തന്നെ താളം പിടിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറച്ചുകൂടെയൊക്കെ നമുക്ക്, മീൻസ് നമ്മുടെ മൈൻഡിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അവേക്ക് ചെയ്ത് നിർത്താൻ സാധിക്കും.
ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് ഉറക്കം വരുന്നു തോന്നിക്കഴിഞ്ഞാൽ, അതായത് ചെറുതായിട്ടെങ്കിലും ഉറക്കം വരുന്നത് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം വാഹനം നിർത്തി ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ജസ്റ്റ് ഒന്ന് മുഖം കഴുകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ഡ്രൈവിന് പോവുക. പിന്നെ ഈ വാഹനം ഒതുക്കുന്ന സമയത്ത്, അതായത് മുഖം കഴുകാനൊക്കെ ഒതുക്കുന്ന സമയത്ത് കുറച്ച് വെട്ടമുള്ള പോർഷനിൽ തന്നെ വാഹനം ഒതുക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഒരു കാരണവശാലും ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു കാരണവശാലും വാഹനം ഒതുക്കി നിർത്തിയിട്ട് മുഖം കഴുകാനോ കാര്യങ്ങളൊന്നും നോക്കരുത്. സേഫ് അല്ല. സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നല്ല ലൈറ്റ് ഉള്ള എവിടെയാണോ, അതായത് കുറച്ചൊരു ഒരു സിറ്റി ആ ഒരു ഏരിയാസിൽ എവിടെയെങ്കിലും കയറി കഴിയുമ്പോഴത്തേക്ക് അവിടെ വെട്ടം കാണും. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം പോയി നിങ്ങൾ മുഖം കഴുകാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. എന്നിട്ട് മുഖമൊക്കെ കഴുകി പിന്നെ വാഹനം പിന്നെ നമ്മൾ ഓടിക്കാൻ ശ്രമിക്കുക. ഇതല്ല, ഒരു ചായയൊക്കെ കുടിക്കാൻ പറ്റുമെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുക. ഇനി ഉറക്കം വരുന്നത് പിന്നെ നമുക്ക് വരാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം ഒരു സൈഡിലോട്ട് ഒതുക്കിയിടുക, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുക. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റെസ്റ്റ് ചെയ്യരുത്. ഓഫ് ചെയ്തിട്ട് ഗ്ലാസ് ഒരു അല്പം താത്ത്, അതായത് ഒരുപാട് താക്കരുത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോ വാഹനത്തിൽ ഇരിക്കുകയാണ്. വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സേഫ് ആയിരിക്കണം എപ്പോഴും. കാരണം നമുക്ക് അറിയാൻ മേലാത്തൊരു സ്ഥലം അല്ലെങ്കിൽ പറ്റില്ലാത്തൊരു സ്ഥലത്താണ് പോകുന്നതെങ്കിൽ ഒരല്പം ഇത്രയും ഒരു പോർഷൻ കണ്ടോണം, ഇത്ര ഒരു ഗ്യാപ്പ് ഒരാൾക്ക് കൈ ഇടാൻ പറ്റാത്ത രീതി എപ്പോഴും ലോക്ക് ചെയ്തിട്ടുണ്ട്. 4 ഡോറും ലോക്ക് ആയിരിക്കണം. അങ്ങനെ 4 ഡോറും ലോക്ക് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ വാഹനത്തിനകത്ത് കിടന്ന് ഉറങ്ങാൻ പാടുള്ളൂ. അതായത് ഉറക്കം വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് ഞാൻ പറഞ്ഞ പോലെ വെട്ടമുള്ള സ്ഥലത്ത് മാത്രം ഒതുക്കിയിടുക. അങ്ങനെ ഒതുക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ പമ്പിന്റെ സൈഡിലൊക്കെ ആണെങ്കിൽ ഒരു വിഷയമില്ല, അതാണ് ഏറ്റവും സേഫ്. എന്നാലും നമ്മൾ വാഹനത്തിനകത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ ഇതുപോലെ ഗ്ലാസ് താത്തിട്ടാണ്. ഒരു സൈഡ് മാത്രമല്ല, 2 സൈഡും കാറ്റ് കയറി ഇറങ്ങി പൊക്കോളും. ഒരു കാരണവശാലും ഇതിനകത്ത് ശ്വാസം മുട്ടി നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പോലും അറിയത്തില്ലായിരിക്കും. ശ്വാസം മുട്ടലോ വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് വാഹനം ഓടിക്കുന്നതിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വാഹനം ഫസ്റ്റ് നിങ്ങൾ ഒരു ഡ്രൈവ് കൊണ്ടുപോകുന്ന സമയത്ത് വാഹനത്തിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്നുള്ളത് ഉറപ്പായും ചെക്ക് ചെയ്തിരിക്കണം. വാഹനത്തിന്റെ കണ്ടീഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം വാഹനം ഒരു സർവീസ് ചെയ്തിരിക്കണം. വാട്ടർ സർവീസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫുള്ളായിട്ടുള്ള വാഹനത്തിന്റെ സർവീസ്, അതായത് എഞ്ചിൻ ഓയിൽ ചേഞ്ചിങ്ങിന്റെ കാര്യം, കൂളന്റ്, എയർ ഫിൽട്ടർ, ഫ്യൂൽ ഫിൽട്ടർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ടുള്ള ചെക്കപ്പ് നടത്തിയിരിക്കണം. ഇൻക്ലൂഡിങ് നിങ്ങളുടെ വാഹനത്തിന്റെ ബ്രേക്ക് ചെക്കപ്പ്. കാരണം ബ്രേക്ക് ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ലോങ് പോകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കണ്ടീഷനിലാണോ, ഇനി എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ടേ പോവാവുള്ളൂ. പിന്നെ നമ്മുടെ വാഹനത്തിന്റെ ടയർ ചേഞ്ചിങ്ങിന്റെ രീതി, അതായത് നിങ്ങൾ സോളോ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, അതായത് ഒറ്റയ്ക്കാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ടയർ മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അല്ലാതെ വഴിയിലെങ്ങാനും പെട്ടുപോയി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിക്ക് പഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്റെ വാഹനത്തിന്റെ ടയർ ഒരു കാരണവശാലും പഞ്ചർ ആവത്തില്ല, കാരണം ഞാനാ ഓടിക്കുന്നത്. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഡിപ്പെൻസ്, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ടയർ മാറാനെങ്കിലും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിപ്പം നിങ്ങൾ ഒരു മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു അച്ഛനോ അമ്മയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാഹനം കൊടുത്തു വിടുന്ന കൂട്ടത്തിൽ അവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ഒരു ടയർ എങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ടത്, ഒരു ജാക്ക് എങ്ങനെ വെക്കണം, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം കണ്ടാണെങ്കിലും പഠിക്കുക. ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിന്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം. ജസ്റ്റ് ഇത് കണ്ട് മനസ്സിലാക്കുക, ചെയ്ത് പഠിക്കുക. ഒരു തവണയെങ്കിലും ലൈഫിൽ നിങ്ങളുടെ ടയർ മാറി നോക്കിയിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളോട് പഠിച്ചു വെച്ചുകൂടാ? ഇത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം രാത്രിയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് രാത്രി ആയിട്ടുണ്ടെങ്കിൽ വഴിയിലൊന്നും ആളില്ലെന്നുണ്ടെങ്കിൽ പെട്ട് പോകരുത്. ഉറപ്പായിട്ടും നമുക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പിന്നെ ഒരു ടയർ ഇൻഫ്ലേറ്റർ കിറ്റ് എപ്പോഴും നമ്മുടെ വാഹനത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. കാരണം പഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ടയറിന്റെ പ്രഷർ ഫില്ല് ചെയ്യാൻ പറ്റും. അതിനൊരു വീഡിയോ ഞാൻ ചെയ്തു. ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് അതും കൂടെ പിൻ ചെയ്തിട്ടോളാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കാറ്റടിക്കാൻ സാധിക്കും. അതാണെങ്കിലത്തേക്കും ടയർ മാറാതെ തന്നെ രക്ഷപ്പെടാൻ സാധിക്കും. ടയർ പൊട്ടിപ്പോയ കേസ് വരികയാണെങ്കിൽ മാത്രം നമുക്ക് ടയർ മാറേണ്ടി വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷേ ഇതുപോലത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ടയറിന്റെ പ്രഷർ മാത്രം ഫില്ല് ചെയ്താൽ മതി. അതും ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അത് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. കാരണം മേജർ ആയിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് കഴിവതും നമ്മൾ ലൈറ്റ് ഡിമ്മയിൽ തന്നെ ഇട്ട് പോകാൻ ശ്രദ്ധിക്കാം. നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനം എപ്പോഴെങ്കിലും റൈറ്റിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഹോൺ അടിച്ചൊന്നും അവരെ പേടിപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്ന് പാസ് ബൈ അടിക്കുക. ഇങ്ങനെ ഒരു പാസ് ബൈ അടിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകണം, അവർ മനസ്സിലാക്കും. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. രാത്രിയൊക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ ഡിം അടിച്ചാണ് വരുന്നെങ്കിലും ജസ്റ്റ് ഒന്ന് പാസ് ബൈ അടിക്കാറുണ്ട്. ഞാൻ ഉൾപ്പെടെ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അവരോടൊരു കമ്മ്യൂണിക്കേഷൻ. അത് എന്നാ ഉണ്ട്, അല്ലെങ്കിൽ ഓക്കെ ആണ്, ഞാൻ ദേ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് കാണിക്കുന്നതാണ് ആ ഒരു പാസ് ബൈ. അവരും തിരിച്ചതുപോലെ നമ്മളോട് കാണിക്കും. ഇത് ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ രീതി മാത്രമാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. വല്ലപ്പോഴും ബാംഗ്ലൂരൊക്കെ പോകാറുള്ള സമയത്ത് ഞാൻ ഇതുപോലെ പോകുന്ന സമയത്ത് വലിയ വലിയ വണ്ടിക്കാരാണെങ്കിലും ചെറിയ വണ്ടിക്കാരാണെങ്കിലും ജസ്റ്റ് ഒന്ന് പാസ് ബൈ അടിച്ചു കഴിഞ്ഞാൽ അവരും തിരിച്ച് നമുക്ക് തരാറുണ്ട്. ഒരു സന്തോഷം, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും വിട്ടുപോകാതെ
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% രാത്രി യാത്ര പോകാൻ സാധിക്കും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് തന്നെ പോകാൻ സാധിക്കും. ഉറക്കം വരുന്ന കേസ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വാഹനം എപ്പോഴെങ്കിലും റോങ് സൈഡ് കയറി വരികയാണെങ്കിൽ ആദ്യം ഒന്ന് ഹോൺ അടിക്കുക, പാസ് വേ അടിക്കുക, ഹോൺ അടിക്കുക. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ വഴി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴിയിലോട്ട് കയറ്റി ഒന്ന് മാറ്റി നിർത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു കാരണവശാലും രാത്രി നമ്മൾ റിവെഞ്ച് എടുക്കാൻ നിൽക്കരുത്. പകലൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ ചങ്കിന് നേരെ വരിക. അന്നാ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കും. രാത്രി അത് ചെയ്യരുത്, പണി കിട്ടും. കാരണം ആ വരുന്നവൻ ഉറങ്ങിയാണ് വരുന്നതെങ്കിൽ നമുക്ക് പണി കിട്ടും, നമ്മുടെ വാഹനത്തെ വന്നിടിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, സൈഡിലോട്ട് മാക്സിമം ഒതുക്കി നിർത്തുക, അവർ പോകുന്ന വഴിക്ക് അങ്ങ് പൊക്കോട്ടെ എന്ന് വെക്കുക. കാരണം രാത്രി മാത്രം ഈ ഒരു കാര്യത്തിൽ റിസ്ക് എടുക്കരുത്, ഒരു റിവഞ്ചും പിടിക്കാൻ പോരുത് രാത്രി. അതുകൊണ്ട് ഓടിക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കുന്നതാണ്.